നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് പൗർണമി കൂടെയാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇന്ന് വൈകുന്നേരം ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, കാരണം മഴക്കാറാണ് ഇപ്പം ഒത്തിരി. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ കണ്ട ആ ഒരു അന്തരീക്ഷം കണ്ട നല്ല മഴക്കാറുണ്ട്. ചന്ദ്രനെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളിന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം കുറച്ചു നേരം വീടിന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് ചന്ദ്രനെ ഇമവറ്റാതെ കുറച്ച് നേരം നോക്കിയിരിക്കുവാൻ കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. കാരണം ചന്ദ്രത്രാടകം എന്ന് പറയും. അത് കണ്ണിമവട്ടാതെ കുറച്ച് നേരം ചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത പൗർണമി വരെ നമ്മുടെ ശരീരത്തിൽ ഫുൾ എനർജൈസ് ആവും എന്നാണ് പറയുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണിത്. ഇത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആദ്യം തീറ്റാ ലെവൽ ബ്രീത്തിങ് എടുക്കുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് കണ്ണടച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മൾ ശ്വാസം എടുത്ത് വിടുക. ഒരു 7 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുക. എടുത്തു വിടുമ്പോൾ നമ്മളിത് കൗണ്ട് ചെയ്യണം. ശ്വാസം എടുത്ത് വിടുമ്പോൾ 1 2 3 4 ശ്വാസം എടുക്കുക. 1 2 3 4 ഉള്ളിൽ നിർത്തുക. 1 2 3 4 പുറത്ത് വിടുക. 1 2 3 4 ഫ്രീ ആയിട്ടിരിക്കുക. അതായത് വളരെ സ്ലോവിൽ ശ്വാസം എടുക്കുക. ആ എടുത്തതിൻ്റെ അത്രയും ഭാഗം ഉള്ളിൽ നിർത്തുക. ആ എടുത്തതുപോലെ തന്നെ പുറത്തോട്ട് വിടുക. അത് അത്രയും സമയം നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കാം. ഇങ്ങനൊരു 7 പ്രാവശ്യം നിങ്ങളൊന്ന് ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം കണ്ണ് മെല്ലെ തുറന്ന് ചന്ദ്രനെ നോക്കിയിരിക്കുക. ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കുക. നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ചന്ദ്രൻ്റെ ഉള്ളിലോട്ട് പോകണം. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണിത്. ചെയ്യാൻ പറ്റിയാൽ അടുത്ത പൗർണമി വരെ വളരെ എനർജറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ചെയ്ത് നോക്കൂ. മാത്രമല്ല പൗർണമി പൊങ്കാല ഇടുവാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൗർണമി പൊങ്കാല എന്ന് പറയുമ്പോൾ പൗർണമി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ്. അപ്പോൾ കലണ്ടറിലൊക്കെ നാളെയാണ് പൗർണമി പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇന്ന് രാത്രി മുതൽ നാളെ വരെയാണ് പൗർണമി ഉള്ളത്. നാളെയാണ് പൗർണമി എങ്കിൽ നമുക്കത് പറ്റത്തില്ല. ഇന്ന് രാത്രി മുതൽ ശനിയാഴ്ച ഏകദേശം വൈകുന്നേരം വരെയാണ് പൗർണമിയുടെ സമയം വരുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ നമുക്ക് പൗർണമി പൊങ്കാല ഇടാം കേട്ടോ. അതായത് ഈ വരുന്ന ഞായറാഴ്ച പൗർണമി പൊങ്കാല നമുക്ക് ഇടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കാല ഇടുന്ന സമയം ഒത്തിരി ആൾക്കാർ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പൊങ്കാല ഇടേണ്ട സമയം എന്ന് പറയുന്നത് വെളുപ്പാങ്കാലത്ത് 3:45 മണിയാണ്. 3:45 മണിക്ക് നമ്മൾ എണീക്കുക. കുളിച്ച് ഫ്രഷായുണ്ട് ഈറൻ ഉടുത്തുകൊണ്ട് ഏത് ഡ്രസ്സാണോ ഇടാം അതിൻ്റെ കൂടെ നമ്മൾ ഈറൻ ഒരു നനഞ്ഞ തുണിയും കൂടെ അതിൻ്റെ മീതെ ഉടുത്തുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടാൻ ആരംഭിക്കുക. അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം ഇത്രയും ഐറ്റങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം ഇത്രയും ഐറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊങ്കാല ഇടുക. പൊങ്കാല ഇട്ടതിന് ശേഷം പൊങ്കാല ഇടുന്നതിന് തൊട്ട് മുന്നേ ഒരു പുതിയൊരു അടുപ്പായിരിക്കണം, പുതിയ കലമായിരിക്കണം. ഒരു മൺകലമായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു മൺകലം വച്ചേക്കാം. 7 പൊങ്കാലയാണ് നമ്മൾ ഇടേണ്ടത്. 7 മാസം കൊണ്ടാണ് പൊങ്കാല ഇടേണ്ടത്. ഏത് കാര്യം വേണോ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ 7 ആവുന്നതിന് മുമ്പ് 7ാമത്തെ പൊങ്കാല തികയുന്നതിന് മുമ്പ് ആ കാര്യം നടന്നിരിക്കും. ഒത്തിരി ആൾക്കാരുടെ അനുഭവമാണ്. ഒത്തിരി ആൾക്കാരുടെ അനുഭവമാണത്. നിങ്ങൾക്ക് എന്ത് കാര്യം ഇപ്പോൾ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇടുക. ഒരു വീട് വയ്ക്കാനാണെങ്കിൽ അത് ഫോക്കസ് ചെയ്തിടുക. നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ അത് ഫോക്കസ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. കുട്ടികളുടെ വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവർ അങ്ങനെയുള്ള ഈ പൊങ്കാല അവർക്ക് വിവാഹം നടക്കുവാൻ വേണ്ടി ആ പൊങ്കാല ഇടുക. പക്ഷേ ഈ പൊങ്കാല ഇടുന്നത് ആർക്ക് വേണ്ടിയാണ്? ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കാല ഇടേണ്ടത്. നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ സരസ്വതി യാമത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പൊങ്കാല നമ്മൾ എപ്പോഴും ഇടുന്നത് ആർക്ക് വേണ്ടിയാണ്? ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, പൊങ്കാല നിവേദിക്കണമല്ലോ. നമ്മൾ ഏത് കാര്യം ഇടുമ്പോൾ ഭഗവാനത് കൊടുക്കണമല്ലോ. കൊടുക്കുന്ന സമയത്ത് പൊങ്കാല ഇടുന്നതിന് തൊട്ടും ഒരു വിളക്ക് വയ്ക്കണം. അതിനിടയ്ക്ക് ഒരു ഗണപതിയെ സങ്കല്പിച്ച് എന്തെങ്കിലും നമുക്ക് വയ്ക്കാം. ചാണകം ഉണ്ടെങ്കിൽ ചാണകം ഉരുട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു തുളസി അല്ലെങ്കിൽ സങ്കല്പിച്ച് അവിടെ വയ്ക്കാം. വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ പൊങ്കാല ഇട്ട് തുടങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം അവിടെ വച്ചേക്കണം. പൊങ്കാല ഇട്ട് പൂർത്തിയായതിന് ശേഷം ആ പൊങ്കാല ചുരെടുത്ത് ആ ഒരു ഇല ഇട്ടിട്ടാണല്ലോ വിളക്ക് വയ്ക്കുന്നത്, അതിലോട്ട് വയ്ക്കുക. എന്നതിന് ശേഷം നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നു എന്നൊന്ന് ഇമാജിൻ ചെയ്യുക. നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നു ഇമാജിൻ ചെയ്തതിന് ശേഷം ഈ പൊങ്കാല ചോറ് ഇങ്ങനെ വാരി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നത് ഇങ്ങനെ കൈക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കും അല്ലേ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഫ്രണ്ടിലൊരു കുഞ്ഞ് നിൽക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ വാരി കൊടുക്കരുത്, ഇമാജിൻ ചെയ്യുക. ഒരു കുഞ്ഞ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഇതൊരു 3 പ്രാവശ്യം കുഞ്ഞിൻ്റെ വായ്ക്കകത്തോട്ട് വാരി കൊടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ കിണ്ടിയിലോ ഗ്ലാസ്സിലോ വച്ചേക്കുന്ന വെള്ളം എടുത്ത് കുഞ്ഞ് വന്ന് നിന്നതിൻ്റെ അവിടെ ആ കാൽക്കലൊരു 3 പ്രാവശ്യം ഒഴിക്കാം. ഇത്രയും മതി.
ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളണം. എന്ത് കാര്യമാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. മീൻസ് നമ്മളെപ്പോഴും ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. എനിക്ക് ജോലിയുടെ ആവശ്യമാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ, സൂര്യ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കുട്ടികളുടെ വിവാഹം ആണ് നമുക്ക് പ്രശ്നമെങ്കിൽ എൻ്റെ കുട്ടിക്ക് നല്ലൊരു വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാലയിടുക. എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാലയിടുക. എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ വെച്ച് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാലയിടുക. അസുഖം എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. അസുഖം എന്ന വാക്ക് പറയരുത്. പകരം എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാലയിടുക. പ്രാർത്ഥന എപ്പോഴും പോസിറ്റീവായിരിക്കണം. പോസിറ്റീവായി പ്രാർത്ഥനയും പോസിറ്റീവായി പർട്ടിക്കുലർ ടൈമും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. ഒത്തിരി ആൾക്കാരുടെ അനുഭവമുണ്ട്. വളരെ നല്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സ്വല്പം നേരത്തെ ഉറക്കം എണീക്കണം. 3:45 മുതൽ നമ്മൾ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ എണീച്ച് കുളിച്ച് റെഡിയാണ് പൊങ്കാല ഇടേണ്ടത്. നിങ്ങളൊരു ഫ്ലാറ്റിലാണ്, വെളി രാജ്യങ്ങളിലാണ് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ തലേദിവസം നിങ്ങളുടെ കിച്ചണിൽ മത്സ്യമാംസാദികളൊന്നും ചെയ്യരുത്. അടുപ്പ് നല്ലവണ്ണം നീറ്റാക്കിയതിന് ശേഷം പുതിയൊരു മൺകലം വാങ്ങിക്കുകയോ പുതിയൊരു കലം വാങ്ങിക്കുകയോ അതിലാണ് പൊങ്കാല ഇടേണ്ടത്. ആ കലം കഴുകി സൂക്ഷിച്ച് മാറ്റി വയ്ക്കുക. അടുത്ത പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയും ഇത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കലം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെയ്ത് നോക്കൂ, വളരെ നല്ല റിസൾട്ട് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. സൂര്യദേവമടക്കുവേര ആശ്രമത്തിൽ പല ആൾക്കാരും വന്ന് എൻ്റെ റിസൾട്ട് പറയാറുണ്ട്. അത്രയും പവർഫുള്ളാണ് ആ ഒരു പൊങ്കാല. നിങ്ങൾ നാളെ അല്ല വരുന്ന ഞായറാഴ്ച പൊങ്കാല ഇടുക. ഇന്ന് പൗർണമി ദിവസം, ഇന്ന് വൈകുന്നേരം ചന്ദ്രത്രാടകം നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.